ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തുകയായി. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളും കൂടെയാണ് ഇനി പറയാനുള്ളത്. ഒന്ന്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റലും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലും. നമ്മൾ എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്നും എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ നീഡഡ് ഫോർ ലോങ് ടേം അസറ്റ്സ് ഓഫ് ദ ബിസിനസ്സിൻ്റെ ലോങ് ടേം അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുക. ലോങ് ടേം അസറ്റുകളായിട്ടുള്ള ഫിക്സഡ് അസറ്റുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുക. ഫിക്സഡ് അസറ്റുകളായിട്ടുള്ള പ്ലാന്റ്, മെഷീനറി, ലാൻഡ്, ബിൽഡിങ്, ഇതുപോലുള്ള ഫർണിച്ചർ, ഫിക്സ്റ്റേഴ്സ്, വെഹിക്കിൾസ്, ഇതുപോലെയുള്ള ഫിക്സഡ് അസറ്റുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുക. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ നീഡഡ് ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ് ഓർ നെറ്റ് കറണ്ട് അസറ്റ്സ് മൈനസ് നെറ്റ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റുകളിൽ നിന്നും കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രവർത്തന മൂലധനം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റുകൾ അല്ലെങ്കിൽ സ്ഥിര ആസ്തികളിലുള്ള നിക്ഷേപത്തിനെ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്നും ദൈനംദിന പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ടുള്ള മൂലധനത്തിനെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രവർത്തന മൂലധനം എന്നും പറയും. വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റുകളിലുള്ള എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്നും പറയും. ഫിക്സഡ് അസറ്റുകൾക്ക് ഉദാഹരണമാണ് ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഫിക്സ്റ്റേഴ്സ്, വെഹിക്കിൾസ് എക്സെട്ര. കറണ്ട് അസറ്റുകൾക്ക് ഉദാഹരണമാണ് ഡെപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ബിൽസ്, റിസീവബിൾസ്, ഇൻവെൻറ്ററീസ്, ഇതുപോലുള്ള എന്തൊക്കെയാണ് നമ്മൾ കറണ്ട് അസറ്റുകളായിട്ട് പറയുക. പിന്നെ അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസാണ് മറ്റേ ക്രെഡിറ്റേഴ്സ്, ബിൽസ്, പേയബിൾ, അതൊക്കെ വരുന്നതൊക്കെ കറണ്ട് ലയബിലിറ്റീസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഒന്ന്, ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ ആവശ്യങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്ഥിര മൂലധന ആവശ്യങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളും അതേപോലെ തന്നെ പ്രവർത്തന മൂലധന ആവശ്യങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റലാണ് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതോടുകൂടെ ഈ ഭാഗം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പറയും. അതോടുകൂടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന 9ാമത്തെ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നാച്ചർ ഓഫ് ബിസിനസ്. രണ്ടാമത്തത്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. മൂന്നാമത്തത്, ചോയ്സ് ഓഫ് ടെക്നിക്. നാലാമത്തത്, ടെക്നോളജി അപ്ഗ്രഡേഷൻ. അഞ്ചാമത്തത്, ഗ്രോത്ത് പ്രോസ്പെക്ട്സ്. ആറാമത്തത്, ഡൈവേഴ്സിഫിക്കേഷൻ. ഏഴാമത്തത്, ഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ്. എട്ടാമത്തത്, ലെവൽ ഓഫ് കൊളാബറേഷൻ. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് നാച്ചർ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ദ ടൈപ്പ് ഓഫ് ബിസിനസ് ഹാസ് എ ബെയറിംഗ് അപ്പോൺ ദ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, എ ട്രേഡിംഗ് കൺസേൺ നീഡ്സ് ലോവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ് കമ്പയർഡ് വിത്ത് എ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ സിൻസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ടു പർച്ചേസ് പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. അതായത് ബിസിനസ്സിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ സ്വഭാവം അതിൻ്റെ സ്ഥിര മൂലധനത്തിൻ്റെ തുകയെ നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് വലിയ തോതിലുള്ള സ്ഥിര മൂലധനം ആവശ്യമാണ്. നിർമ്മാണ സ്ഥാപനം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞതിന് സ്വാഭാവികമായിട്ടും ട്രേഡിംഗ് കൺസേണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ത് വേണം? കൂടുതൽ മൂലധനം ആവശ്യമായിട്ട് വരും. ഫിക്സഡ് അസറ്റ്സുകൾ കൂടുതലായിട്ട് വരുന്ന കാരണം കൊണ്ട് തന്നെ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടതായിട്ട് വരും. സിൻസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ടു പർച്ചേസ് പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. ദ ടൈപ്പ് ഓഫ് ബിസിനസ് ഹാസ് എ ബെയറിംഗ് അപ്പോൺ ദ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താണോ എന്നുള്ളത് അതിൻ്റെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രേഡിംഗ് കൺസേൺ ആണോ മാനുഫാക്ചറിങ് കൺസേൺ ആണോ എന്നുള്ളത്. ഇഫ് ഇറ്റ് ഈസ് എ ട്രേഡിംഗ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ നീഡ്സ് ലോവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുകളിൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ആവശ്യമുള്ളൂ. കമ്പയർഡ് വിത്ത് ദ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ. മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷനുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ട്രേഡിംഗ് കൺസേണിന് ലോവർ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഫിക്സഡ് അസറ്റുകളിൽ വരുന്നുള്ളൂ.
സിൻസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ടു പർച്ചേസ് പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. കാരണം എന്താ വെച്ചാൽ ട്രേഡിംഗ് കൺസേണിന് പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിക്സഡ് അസറ്റുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിംഗ് കൺസേണിന് ലോവറായിട്ട് മാത്രമേ വേണ്ടൂ. മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അത് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ നാച്ചർ ഓഫ് ബിസിനസ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. രണ്ടാമത്തത് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. എ ലാർജർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് അറ്റ് എ ഹയർ സ്കെയിൽ നീഡ്സ് ബിഗ്ഗർ പ്ലാന്റ്, മോർ സ്പേസ് എക്സെട്ര ആൻഡ് ദെയർഫോർ റിക്വയേഴ്സ് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ് വെൻ കമ്പയർഡ് വിത്ത് ദ സ്മാൾ ഓർഗനൈസേഷൻ. അതായത് ചെറുകിട സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൻകിട സ്ഥാപനങ്ങൾക്ക് സ്ഥിര മൂലധനം കൂടുതലായിട്ട് വേണം. അപ്പോൾ സ്ഥാപനങ്ങൾ എങ്ങനത്തെയാണെന്ന് അനുസരിച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും മൂലധനത്തിൻ്റെ അളവ് എന്നുള്ളത് വരുന്നത്. ചെറുകിട സ്ഥാപനങ്ങളാണോ വൻകിട സ്ഥാപനങ്ങളാണോ എന്നുള്ളത്. അപ്പോൾ ഒരു ലാർജർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വൻകിട സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേറ്റിംഗ് അറ്റ് എ ഹയർ സ്കെയിൽ, അതായത് ഹയർ സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലാർജർ ഓർഗനൈസേഷന് നീഡ്സ് ബിഗ്ഗർ പ്ലാന്റ്, അതിൻ്റെ പ്ലാന്റ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ സ്പേസും കൂടുതലായിരിക്കും. ആൻഡ് ദെയർഫോർ റിക്വയേഴ്സ് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സിൽ ഉയർന്ന നിക്ഷേപം ആവശ്യമായിട്ട് വരും. വെൻ കമ്പയർഡ് വിത്ത് ദ സ്മാൾ ഓർഗനൈസേഷൻ, ചെറുകിട സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വൻകിട സ്ഥാപനങ്ങൾക്ക് സ്ഥിര മൂലധനം കൂടുതലായി വേണം. കാരണം അതിൻ്റെ പ്ലാന്റ് എന്നുള്ളത് വലുതായിരിക്കും, സ്പേസും കൂടുതലായിരിക്കും. സ്പേസും പ്ലാന്റും കൂടുതലായ കാരണം കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഫിക്സഡ് അസറ്റുകൾക്ക് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് അനുസരിച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തന അളവ് എന്നുള്ളത് ഫിക്സഡ് ക്യാപിറ്റലിന് അല്ലെങ്കിൽ സ്ഥിര മൂലധനത്തിന് ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ലാർജർ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഹയർ സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ധാരാളം പ്രവർത്തന അളവുള്ള ഒരു ലാർജർ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ബിഗ്ഗർ പ്ലാന്റ്, മോർ സ്പേസ് എല്ലാം ഉണ്ടായിരിക്കും. ഉയർന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടായിരിക്കും, സ്പേസും ഉണ്ടായിരിക്കും. ആൻഡ് ദെയർഫോർ റിക്വയേഴ്സ് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് നടപ്പിലാക്കേണ്ടി വരും. വെൻ കമ്പയർഡ് വിത്ത് ദ സ്മാൾ ഓർഗനൈസേഷൻ, സ്മാൾ ഓർഗനൈസേഷനുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത്. മൂന്നാമത്തത് ചോയ്സ് ഓഫ് ടെക്നിക്. സം ഓർഗനൈസേഷൻസ് ആർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് whereas others are labor intensive. A capital intensive organization requires higher investment in plant and machinery as it relies less on manual labor. The requirement of fixed capital for such organizations would be higher. Labor intensive organizations on the other hand require less investment in fixed assets. Hence their fixed capital requirement is lower. ചോയ്സ് ഓഫ് ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടെക്നിക്കുകൾ തിരഞ്ഞെടുക്കൽ എന്നുള്ള അർത്ഥം. അതായത് മൂലധന കേന്ദ്രീകൃത ബിസിനസ്സുകൾക്ക് തൊഴിലാളി കേന്ദ്രീകൃത ബിസിനസ്സുകളേക്കാൾ സ്ഥിര മൂലധനം കൂടുതലായിട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു മൂലധന കേന്ദ്രീകൃതമായിട്ടുള്ള ബിസിനസ്സാണ് ഇരിക്കുക. മൂലധന കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലേബർ ഇൻറ്റൻസീവ് ബിസിനസ്സിനേക്കാൾ സ്ഥിര മൂലധനം കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ബിസിനസ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ചോയ്സ് ഓഫ് ടെക്. സം ഓർഗനൈസേഷൻസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ മൂലധനം കേന്ദ്രീകൃതമായിട്ടുള്ള ബിസിനസ് ആയിരിക്കും. ആൻഡ് സം അതേഴ്സ് ആർ ലേബർ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ തൊഴിലാളി കേന്ദ്രീകൃതമായിട്ടുള്ള ബിസിനസ്സുകളായിരിക്കും. അപ്പോൾ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെന്നുണ്ടെങ്കിലോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഓർഗനൈസേഷൻ റിക്വയേഴ്സ് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പ്ലാന്റ് ആൻഡ് മെഷീനറീസിന് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് നടപ്പിലാക്കേണ്ടി വരും. ആസ് ഇറ്റ് റിലൈസ് ലെസ് ഓൺ മാനുവൽ ലേബർ. അവിടെ മാനുവൽ ലേബർ അല്ലെങ്കിൽ തൊഴിലാളികളെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേബറിന് അല്ലെങ്കിൽ തൊഴിലിനെ അവിടെ പ്രാധാന്യം കാര്യമായി കൊടുക്കുന്നില്ല. അവിടെ മെഷീനറീസിനോ അല്ലെങ്കിൽ പ്ലാന്റുകൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്ലാന്റുകളോ മെഷീനറികളോ സ്ഥാപിക്കുന്നതിന് കൂടുതലായ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വേണ്ടിവരും. ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർ സച്ച് ഓർഗനൈസേഷൻസ് വുഡ് ബി ഹയർ. അതുകൊണ്ട് തന്നെ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഹയർ ആയിരിക്കും. ലേബർ ഇൻറ്റൻസീവ് ഓർഗനൈസേഷൻസ് ഓൺ ദ അതർ ഹാൻഡ് റിക്വയർ ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ്. ലേബർ ഇൻറ്റൻസീവ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഫിക്സഡ് അസറ്റ്സുകളുടെ അളവ് വളരെ കുറച്ച് മതി. ഹെൻസ് ദെയർ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഈസ് ലോവർ. അതുകൊണ്ട് തന്നെ അവരുടെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്നുള്ളത് എന്തായിരിക്കും? താരതമ്യേന ലോവർ ആയിരിക്കും. അപ്പോൾ ഓർഗനൈസേഷൻസ് ഏത് തരത്തിലാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അതിൻ്റെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കും. ചില ഓർഗനൈസേഷൻസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഓർഗനൈസേഷൻസും ചിലത് ലേബർ ഇൻറ്റൻസീവ് ഓർഗനൈസേഷനും ആയിരിക്കും. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ മൂലധന കേന്ദ്രീകൃതമായിട്ടുള്ള ഓർഗനൈസേഷൻസ്.
മൂലധന കേന്ദ്രീകൃത ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ കൂടുതൽ മെഷീനറികൾക്കും പ്ലാന്റുകൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്റുകളിലും മെഷീനറികളും ആയത് കാരണം കൊണ്ട് തന്നെ ലേബറിന് കൂടുതലായിട്ട് റിലൈസ് ചെയ്യുന്നില്ല. റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിൽ കൂടുതലായിരിക്കും. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ അളവ് കൂടുതലായിരിക്കും. ലേബർ ഇൻറ്റൻസീവ് ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റുകളുടെ അളവ് എന്നുള്ളത് താരതമ്യേന കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും അവിടെ എന്തായിരിക്കും, ലോവർ ആയിരിക്കും. ഇപ്പോൾ ഓർഗനൈസേഷൻ ഏത് തരത്തിലാണ്, തൊഴിലാളി കേന്ദ്രീകൃതമാണോ, അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ മെഷീനറി കേന്ദ്രീകൃതമാണോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും എന്തുണ്ടായിരിക്കും, ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്നുള്ളത് ഉണ്ടായിരിക്കും. അടുത്തത് നാലാമത്തെ ടെക്നോളജി അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ തിരഞ്ഞെടുക്കൽ. In certain industries, assets become obsolete sooner. Consequently, their replacement become due faster. Higher investment in mixed assets may therefore be required in such cases. അതായത് ചില ഇൻഡസ്ട്രികളിൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ബിക്കം ഒബ്സല്യൂട്ട് സൂണർ. അതായത് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് സാധനങ്ങൾ മുതലായവ അതിവേഗം കാലഹരണപ്പെടുന്ന അസറ്റ്. ഒബ്സല്യൂട്ട് പറഞ്ഞാൽ എന്താണ്, കാലഹരണപ്പെടുക അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, കമ്പ്യൂട്ടറുകളായിക്കോട്ടെ, ഇതൊക്കെ ഉപയോഗപ്രദമാണെങ്കിൽ പോലും ഇവ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, കാലഹരണപ്പെടും. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അത് കാലഹരണപ്പെടും, അല്ലെങ്കിൽ അത് ഔട്ട് ഓഫ് ഡേറ്റ് ആയി മാറുക, അല്ലെങ്കിൽ അതിൻ്റെ തേയ്മാനം സംഭവിക്കുന്നതിന് കൂടി അതിൻ്റെ സ്പീഡ് ആയിക്കോട്ടെ, നെറ്റ്വർക്ക് എഫിഷ്യൻസി ആയിക്കോട്ടെ, കാര്യക്ഷമത ആയിക്കോട്ടെ, വർക്കിംഗ് എഫിഷ്യൻസി ആയിക്കോട്ടെ, ഇതെല്ലാം കാര്യക്ഷമമായിട്ട് കുറഞ്ഞു വരും. കാലക്രമേണ കാര്യക്ഷമത കുറഞ്ഞു വരുന്നൊരവസ്ഥ ഉണ്ടാവും. കോൺസിക്വൻ്റ്ലി ദെയർ റീപ്ലേസ്മെൻറ്റ് ബിക്കം ഡ്യൂ ഫാസ്റ്റർ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും, മാറ്റി സ്ഥാപിക്കേണ്ടി വരും. ഇപ്പോൾ 10 വർഷം തുടർച്ചയായിട്ട് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മെഷീനറി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം അത് കാലം കഴിയുന്തോറും എന്ത് ചെയ്യപ്പെടും, കാലം കഴിയുന്തോറും അതിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു വരും. എഫിഷ്യൻസി കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മാറ്റേണ്ടതായിട്ട് വരും. ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മിക്സഡ് അസറ്റ്സ് മേ ദെയർഫോർ ബി റിക്വയർഡ് ഇൻ സച്ച് കേസസ്. അതുകൊണ്ട് തന്നെ ഇവ മാറ്റി സ്ഥാപിക്കുന്നതിന് വലിയ അളവിലുള്ള സ്ഥിര മൂലധനം വേണ്ടി വരും. അപ്പോൾ ടെക്നോളജിയിലുണ്ടാവുന്ന അപ്ഗ്രഡേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിലുണ്ടാവുന്ന മെച്ചപ്പെടുത്തലിനനുസരിച്ച് അല്ലെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ അസറ്റുകളിൽ വേണ്ടി വരും. ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, മൊബൈൽസുകൾ, അതുപോലത്തുള്ള ഇത്തരത്തിലുള്ള ഈ മെഷീനറികളായിക്കോട്ടെ, ഇതെല്ലാം കാലഹരണപ്പെടുന്നതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും അതിൽ മാറ്റങ്ങൾ വരുത്തുകയും പുതിയ മെഷീനറികൾ പർച്ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യകത അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യകത സ്ഥാപനത്തിന് വന്നു ചേരുകയും ചെയ്യും. ഇത്തരത്തിൽ പുതിയ മെഷീനറികൾ പർച്ചേസ് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ സ്വാഭാവികമായിട്ടും മിക്സഡ് അസറ്റുകളുടെ മുകളിൽ ഉയർന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനം നടപ്പിലാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്നുള്ളത് കൂടുതലായിട്ട് വരും. ടെക്നോളജി അപ്ഗ്രഡേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിൽ മെച്ചപ്പെടുത്തൽ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുന്ന സമയത്ത് വലിയ അളവിൽ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ സ്വാധീനം അവിടെ വന്നു ചേരും. ഇനി അടുത്തത് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ വളർച്ചാ സാധ്യതകൾ. Higher growth of an organization generally requires higher investment in fixed assets. Even when such growth is expected, a company may choose to create higher capacity in order to meet the anticipated higher demand quicker. അതായത് ഉയർന്ന വളർച്ചാ സാധ്യതകളുള്ള സ്ഥാപനത്തിന് സ്ഥിര ആസ്തികളിൽ വൻ തുക നിക്ഷേപിക്കേണ്ടി വരും. അതിന് കൂടുതലായിട്ട് സ്ഥിര മൂലധനം ആവശ്യമായിട്ടും വരും. അപ്പോൾ ഹയർ ഗ്രോത്ത് ഓഫ് എൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിൽ ഉയർന്ന ഗ്രോത്ത് ഉണ്ടെങ്കിൽ ജനറലി റിക്വയേഴ്സ് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സുകളിൽ ഉയർന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. ഈവൻ വെൻ സച്ച് ഗ്രോത്ത് ഈസ് എക്സ്പെക്റ്റഡ്, അത്തരത്തിലുള്ള ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് എ കമ്പനി മേ ചൂസ് ടു ക്രിയേറ്റ് ഹയർ കപ്പാസിറ്റി ഇൻ ഓർഡർ ടു മീറ്റ് ദ ആൻറ്റിസിപ്പേറ്റഡ് ഹയർ ഡിമാൻഡ് ക്വിക്കർ. ആൻറ്റിസിപ്പേറ്റഡ് ഹയർ ഡിമാൻഡ് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഹയർ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഉയർന്ന വളർച്ചാ സാധ്യതകളുള്ള സ്ഥാപനത്തിന് സ്വാഭാവികമായിട്ടും സ്ഥിര ആസ്തികളിൽ തുക നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. അതിന് കൂടുതലായിട്ടുള്ള സ്ഥിര മൂലധനം സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടും വരും. അപ്പോൾ ഓർഗനൈസേഷന് ഹയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ജനറലി റിക്വയേഴ്സ് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുകളിൽ ഉയർന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. ഈവൻ വെൻ സച്ച് ഗ്രോത്ത് ഈസ് എക്സ്പെക്റ്റഡ്, അത്തരത്തിലുള്ള ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ കമ്പനി മേ ചൂസ് ടു ക്രിയേറ്റ് ഹയർ കപ്പാസിറ്റി ഇൻ ഓർഡർ ടു മീറ്റ് ദ ആൻറ്റിസിപ്പേറ്റഡ് ഹയർ ഡിമാൻഡ് ക്വിക്കർ. ആൻറ്റിസിപ്പേറ്റഡ് ഹയർ ഡിമാൻഡ് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കമ്പനിക്ക് എന്ത് ചെയ്യണം, ഹയർ കപ്പാസിറ്റി വർദ്ധിപ്പിക്കേണ്ടി വരും. കപ്പാസിറ്റി എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം.
ഡൈവേഴ്സിഫിക്കേഷൻ, ആറാമത്തെ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ വൈവിധ്യവൽക്കരണം എന്ന് പറയും. എ ഫേം മേ ചൂസ് ടു ഡൈവേഴ്സിഫൈ ഇറ്റ്സ് ഓപ്പറേഷൻസ് ഫോർ വേരിയസ് റീസൺസ്. വിത്ത് ഡൈവേഴ്സിഫിക്കേഷൻ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഇൻക്രീസ്. എക്സാമ്പിൾ, എ ടെക്സ്റ്റൈൽ കമ്പനി ഈസ് ഡൈവേഴ്സിഫൈയിങ് ആൻഡ് സ്റ്റാർട്ടിംഗ് എ സിമൻറ്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റ്. ഒബ്വിയസ്ലി ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈവിധ്യവൽക്കരണം എന്ന് പറയും. ബിസിനസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വൈവിധ്യവൽക്കരിക്കുമ്പോൾ സ്ഥിര മൂലധനത്തിൻ്റെ ആവശ്യകത സ്വാഭാവികമായിട്ടും ഉയരും. ഇപ്പോൾ ഫേം മേ ചൂസ് ടു ഡൈവേഴ്സിഫൈ ഇറ്റ്സ് ഓപ്പറേഷൻ. ഒരു ഫേം അതിൻ്റെ ഓപ്പറേഷൻസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, വിത്ത് ഡൈവേഴ്സിഫിക്കേഷൻ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഇൻക്രീസ്. വൈവിധ്യവൽക്കരണം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപിറ്റലിൻ്റെ അളവും എന്ത് ചെയ്യപ്പെടും? വർദ്ധിക്കപ്പെടും. എക്സാമ്പിൾ, ഒരു ടെക്സ്റ്റൈൽ കമ്പനി അതിൻ്റെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഒരു സിമൻറ്റ് മാനുഫാക്ചറിങ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ്. ടെക്സ്റ്റൈൽസിനെക്കാട്ടിലും അതിൻ്റെ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ അളവ് കൂട്ടേണ്ടതായിട്ട് വരും. ടെക്സ്റ്റൈൽസ് മാറ്റിയിട്ട് സിമൻറ്റ് മാനുഫാക്ചറിങ് പ്ലാന്റ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിലവിലുള്ള ക്യാപിറ്റലിനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ അവർക്ക് സമാഹരിക്കേണ്ടതായിട്ട് വന്നു ചേരും. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റലിൻ്റെ അളവും സ്ഥാപനം വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അതാണല്ലോ പറയുന്നത്, എ ഫേം മേ ചൂസ് ടു ഡൈവേഴ്സിഫൈ ഇറ്റ്സ് ഓപ്പറേഷൻസ് ഫോർ വേരിയസ് റീസൺസ്. വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഒരു ഫേം അതിൻ്റെ ഓപ്പറേഷൻസിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് വിൽ ഇൻക്രീസ്. ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റുകൾ സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യപ്പെടും. എക്സാമ്പിൾ, എ ടെക്സ്റ്റൈൽ കമ്പനി ഈസ് ഡൈവേഴ്സിഫൈയിങ് ആൻഡ് സ്റ്റാർട്ടിംഗ് എ സിമൻറ്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റ്. ഒരു ടെക്സ്റ്റൈൽ കമ്പനി ഒരു സിമൻറ്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരംഭിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ്. ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് എന്ത് ചെയ്യപ്പെടും? സ്വാഭാവികമായിട്ടും നിലവിലുള്ളതിനേക്കാളും കൂടുതൽ വർദ്ധിക്കുന്ന പ്രവണത കണ്ടുവരും. അടുത്തത് ഫിനാൻസിങ് ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ധനശേഖരണത്തിനുള്ള ബദലുകൾ എന്ന് പറയുന്നത്. എ ഡെവലപ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് മേ പ്രൊവൈഡ് ലീസിംഗ് ഫെസിലിറ്റീസ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ഔട്ട്റൈറ്റ് പർച്ചേസ്. When an asset is taken on lease, the firm pays lease rentals and uses it. Availability of leasing facilities thus may reduce the funds required to be invested in fixed assets. അതായത് സ്ഥിര ആസ്തികൾ പാട്ടത്തിനെടുക്കുമ്പോൾ സ്ഥിര മൂലധനത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് കുറയും. എ ഡെവലപ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് മേ പ്രൊവൈഡ്, ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രൊവൈഡ് ലീസിംഗ് ഫെസിലിറ്റീസ് ആസ് എൻ ആൾട്ടർനേറ്റീവ് ടു ഔട്ട്റൈറ്റ് പർച്ചേസ്. പർച്ചേസിന് പകരമായിട്ട് ലീസിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ലീസ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? പാട്ടത്തിനെടുക്കുക. ലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാട്ടത്തിനെടുക്കുക എന്ന് പറയും. വെൻ ആൻ അസറ്റ് ഈസ് ടേക്കൺ ഓൺ ലീസ്, അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് പകരം പാട്ടത്തിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഫേം പേയ്സ് ലീസ് റെൻറ്റൽസ് ആൻഡ് യൂസസ് ഇറ്റ്. ഫേം അതിന് പകരമായിട്ട് ലീസ് റെൻറ്റൽസ് അല്ലെങ്കിൽ പാട്ടത്തുക കൊടുക്കേണ്ടതായിട്ട് വരും അത് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അവൈലബിലിറ്റി ഓഫ് ലീസിംഗ് ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ദസ് മേ റെഡ്യൂസ് ദ ഫണ്ട്സ് റിക്വയർഡ് ടു ബി ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ടിൻ്റെ അളവ് റെഡ്യൂസ് ചെയ്യുന്നു. നേരെ മറിച്ച് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മൊത്തമായി അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിലുള്ള ഫിക്സഡ് അസറ്റുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. മറിച്ച് ലീസിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ, അവിടെ പാട്ടത്തുകയ്ക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ കാലാവധി കഴിയുന്നത് വരെ മാത്രമാണ് അസറ്റ് അവിടെ ആവുന്നുള്ളൂ. സ്വന്തമായിട്ടുള്ള അസറ്റായിട്ട് മാറുന്നില്ല. പകരം അത് വാടകയ്ക്ക് എടുത്ത അസറ്റ് അല്ലെങ്കിൽ പാട്ടത്തിനെടുത്ത, വാടക എന്നല്ല പാട്ടത്തിനെടുത്ത, റെൻറ്റിലും എടുത്ത അസറ്റായിട്ട് മാറും. റെൻറ്റൽസ് കൊടുത്തിട്ട് എടുത്ത അസറ്റായിട്ട് മാറും. അത്തരത്തിലുള്ള അസറ്റുകളുടെ മുകളിൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അളവ് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. ലെവൽ ഓഫ് കൊളാബറേഷൻ, എട്ടാമത്തത്. അറ്റ് ടൈംസ് certain business organizations shares each other's facilities. For example, a bank may use another's ATM or some of them may jointly establish a particular facility. Such collaboration reduces the level of investment in fixed assets. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ലെവൽ ഓഫ് കൊളാബറേഷനും ഫിക്സഡ് അസറ്റ്സുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ റെഡ്യൂസ് ചെയ്തു. ലെവൽ ഓഫ് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംയോജനം അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനവുമായിട്ടുള്ള യോജിച്ചുള്ള പ്രവർത്തനത്തിനെയാണ് നമ്മൾ കൊളാബറേഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ബിസിനസ് ഓർഗനൈസേഷൻ മറ്റ് സ്ഥാപനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കാറുണ്ട്. ഓർഗനൈസേഷൻ ഷെയർസ് ഈച്ച് അതേഴ്സ്, മറ്റുള്ളവരുടെ ഫെസിലിറ്റികൾ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയോ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, എ ബാങ്ക് മേ യൂസ്, ഒരു ബാങ്ക് മറ്റു
ഉള്ള ബാങ്കിൻ്റെ ATM ഉപയോഗിക്കുകയാണെങ്കിൽ സം ഓഫ് ദം മേ ജോയിൻ്റ്ലി എസ്റ്റാബ്ലിഷ് എ പർട്ടിക്കുലർ ഫെസിലിറ്റി. അതുകൊണ്ട് തന്നെ രണ്ട് ബാങ്കിൻ്റെയും ATM വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർട്ടിക്കുലർ ഫെസിലിറ്റി ഉപയോഗിക്കാൻ കഴിയും. അത്തരത്തിലുള്ള കൊളാബറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ റെഡ്യൂസസ് ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലെവലിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. നേരെ സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഫിക്സഡ് അസറ്റുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്ഥാപനത്തിന് സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് കൂടുതലായിട്ട് വരും. അപ്പോൾ ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള കൊളാബറേഷൻസ് അല്ലെങ്കിൽ സംയോജന പ്രക്രിയ ഒരു സ്ഥാപനത്തിന് നടപ്പിലാക്കാൻ പറ്റും. കമ്പനികൾക്കോ ബിസിനസ് ഓർഗനൈസേഷൻസിനോ ബാങ്കുകൾക്കോ ഒക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 8 തരത്തിലുള്ള ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റിൻ്റെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അല്ലെങ്കിൽ ലോങ് ടേം അസറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, ഫിക്സഡ് അസറ്റുകളായിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഫിക്സ്റ്റേഴ്സ് ഇതുപോലെയുള്ള ലോങ് ടേം അസറ്റുകളുടെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫിക്സഡ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 8 തരത്തിലുള്ള ഫാക്ടേഴ്സാണുള്ളത്. ഒന്ന് നേച്ചർ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ടെക്നോളജി അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ ടെക്നിക്കുകളുടെ തിരഞ്ഞെടുക്കൽ, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗപ്പെടുത്തൽ. നാലാമത്തത് ചോയ്സ് ഓഫ് ടെക്നിക്ക് അല്ലെങ്കിൽ ടെക്നിക്കുകളുടെ തിരഞ്ഞെടുക്കൽ. അഞ്ചാമത്തത് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ വളർച്ചാ സാധ്യതകൾ. ആറാമത്തെ ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ വൈവിധ്യവൽക്കരണം. ഏഴാമത്തത് ഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ധനശേഖരണത്തിനുള്ള ബദലുകൾ. എട്ടാമത്തത് ലെവൽ ഓഫ് കൊളാബറേഷൻ. അപ്പോൾ അതെന്തൊക്കെയാണ്? ബിസിനസ്സിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ സ്വഭാവം അതിൻ്റെ സ്ഥിര മൂലധനത്തിൻ്റെ തുകയെ നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഉദാഹരണം പറയുമെങ്കിൽ മാനുഫാക്ചറിങ് പ്ലാന്റുകളെ നോക്കുന്ന സമയത്ത് ട്രേഡിംഗ് കൺസേണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാനുഫാക്ചറിങ് പ്ലാന്റുകൾക്ക് അല്ലെങ്കിൽ നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് വലിയ തോതിൽ ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. പിന്നെ രണ്ടാമത്തെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ അളവെന്ന് പറയുന്നത് ചെറുകിട സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വൻകിട സ്ഥാപനങ്ങൾക്ക് ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ അളവ് അല്ലെങ്കിൽ സ്ഥിര മൂലധനത്തിൻ്റെ ആവശ്യകത കൂടുതലായിട്ട് വേണ്ടിവരും. അടുത്തത് ടെക്നിക്കുകൾ തിരഞ്ഞെടുക്കൽ അല്ലെങ്കിൽ ചോയ്സ് ഓഫ് ടെക്നിക്ക് എന്ന് പറയുന്നത് മൂലധന കേന്ദ്രീകൃത ബിസിനസ്സുകൾക്ക് തൊഴിലാളി കേന്ദ്രീകൃത ബിസിനസ്സുകളേക്കാൾ സ്വാഭാവികമായിട്ടും സ്ഥിര മൂലധനത്തിൻ്റെ തോത് കൂടുതലായിട്ട് വേണ്ടിവരും. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ഥിര മൂലധനം കൂടുതലായിട്ട് വരും. ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജികൾക്ക് സ്ഥിര മൂലധനം കുറച്ച് മതി. നേരെ മറിച്ച് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിൽ സ്ഥിര മൂലധനം അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ അളവ് വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ സാങ്കേതിക വിദ്യയിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സ്ഥാപനമാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് സാധനങ്ങൾ, മൊബൈലുകൾ, അതുപോലെ തന്നെ മെഷീനറികൾ, നൂതനമായ മെഷീനറികൾ, ഇതെല്ലാം കാലക്രമേണ കാലഹരണപ്പെടും അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുന്തോറും കാലഹരണപ്പെടും. ഈ കാലഹരണപ്പെടുന്ന മെഷീനറികൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വലിയ അളവിലുള്ള ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്ഥിര മൂലധനം സ്ഥാപനത്തിന് സ്വന്തമായിട്ട് വേണ്ടിവരും. ഇനി വളർച്ചാ സാധ്യതകൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത് ഉയർന്ന വളർച്ചാ സാധ്യതകളുള്ള സ്ഥാപനത്തിന് സ്വാഭാവികമായിട്ടും സ്ഥിര ആസ്തികളിൽ വൻ തുക നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. വളർച്ചാ സാധ്യതകൾ കൂടുതലുള്ള സ്ഥാപനത്തിന് സ്വാഭാവികമായിട്ടും സ്ഥിര ആസ്തികളിൽ വൻ തുക നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് കൂടുതൽ സ്ഥിര മൂലധനം ആവശ്യമായിട്ടും വരും. പിന്നെ അടുത്തത് വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിസിനസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വൈവിധ്യവൽക്കരിക്കുമ്പോൾ സ്ഥിര മൂലധനത്തിൻ്റെ ആവശ്യകത സ്വാഭാവികമായിട്ടും ഉയരും. മറിച്ച് വൈവിധ്യവൽക്കരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ഥിര മൂലധനത്തിൻ്റെ ആവശ്യകത കുറയുകയാണ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽ കമ്പനി അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ്, സിമൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിലവിലുള്ള മൂലധനത്തിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ഫിക്സഡ് അസറ്റുകളിൽ വേണ്ടതായിട്ട് വരും. പിന്നെ ധനശേഖരണത്തിനുള്ള ബദലുകൾ എന്ന് പറയുന്നത് എന്താണ്? സ്ഥിര ആസ്തികൾ പാട്ടത്തിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീസിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ സ്ഥിര മൂലധനത്തിൻ്റെ ആവശ്യകത സ്വാഭാവികമായിട്ടും കുറയും. മറിച്ച് ലീസിന് പകരം സ്വന്തമായി പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഔട്ട്റൈറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സ്ഥിര മൂലധനത്തിൻ്റെ ആവശ്യകത കൂടുകയാണ് ചെയ്യുക. പാട്ടത്തിനെടുക്കുന്ന അസറ്റുകളുടെ മുകളിൽ സ്ഥിര മൂലധന ആവശ്യകത കുറയുകയാണ് ചെയ്യുക. പിന്നെ ലെവൽ ഓഫ് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കമ്പനികളുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുമായിട്ടോ സംയോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. മറിച്ചാണെങ്കിൽ ഫിക്സഡ് അസറ്റുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. 8 തരത്തിലുള്ള ഫാക്ടേഴ്സാണ്. ആദ്യത്തേത് നേച്ചർ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്വഭാവം. രണ്ടാമത്തത് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ അളവ്. മൂന്നാമത്തത് ചോയ്സ് ഓഫ് ടെക്നിക്ക് അല്ലെങ്കിൽ ടെക്നിക്കുകൾ തിരഞ്ഞെടുക്കൽ. നാലാമത്തത് ടെക്നോളജി അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ
സാങ്കേതിക വിദ്യയുടെ മെച്ചപ്പെടുത്തൽ. അഞ്ചാമത്തത് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ വളർച്ചാ സാധ്യതകൾ. ആറാമത്തത് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ വൈവിധ്യവൽക്കരണം. ഏഴാമത്തത് ഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ധനശേഖരണത്തിനുള്ള ബദലുകൾ. എട്ടാമത്തത് ലെവൽ ഓഫ് കൊളാബറേഷൻ അല്ലെങ്കിൽ സംയോജനം എന്നൊക്കെ പറയാം, രണ്ട് കമ്പനികൾ തമ്മിലുള്ള സംയോജന പ്രവർത്തനം. ഇത്രയാണ് നമ്മളുടെ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ഭാഗം കൂടി ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞു. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ നീഡഡ് ഫോർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ്. ആ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റുമായി ബാധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതോടുകൂടി നമ്മളുടെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്റർ അവസാനിക്കുകയാണ്.